എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു സ്നാക്കാണ് തയ്യാറാക്കുന്നത്. ബ്രെഡ് വെച്ചിട്ടാണ് നമ്മളത് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 8 പീസ് ബ്രെഡാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അരികൊക്കെ കട്ട് ചെയ്ത് ഇതേപോലെ റെക്റ്റാങ്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ട്രയാങ്കിൾ ഷേപ്പിൽ വേണമെങ്കിൽ അതേപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതേപോലെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് കടലപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നൈസായിട്ടുള്ള പൊടി ചേർത്തിട്ടുണ്ട്. നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട്. എരിവ് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് കായത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ബാറ്ററാക്കി എടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് വല്ലാതെ ലൂസും ആവരുത്, വല്ലാതെ തിക്കും ആവരുത്. ഒരു സെമി തിക്ക് പാകത്തിന് നമുക്കതൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് വെള്ളമാണ് ഇതിനകത്തേക്ക് ഉപയോഗിച്ചേക്കണം കേട്ടോ. അപ്പോൾ അതായത് ഇതേപോലെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ബാറ്റർ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കിയിട്ട് ഒരു ചട്ടിയിൽ ഞാൻ കുറച്ച് എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. എന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ബ്രെഡ് പീസ് എടുക്കുക. എന്നിട്ട് നമ്മുടെ മാവിലേക്ക് ഇതേപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കിത് എണ്ണയിലേക്കിട്ട് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടിട്ടുണ്ടെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ മാവ് ശരിക്കും കുക്കായി കിട്ടില്ല. അപ്പോൾ അതാ ഒരു സൈഡ് റെഡിയാകുമ്പോൾ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതാ 2 സൈഡും റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കി ഇരിക്കുന്ന എല്ലാ ബ്രെഡ് പീസസും റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ എല്ലാവരും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ അടിപൊളി ബ്രെഡ് എരിപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചായയുടെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ എന്തായാലും ട്രൈ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്